ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പണി കിട്ടിയിട്ടുണ്ടോ? ക്രെഡിറ്റ് കാർഡ് ഒരു നല്ലൊരു ടൂളാണോ? ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും ഒരു മോശ സാധനമല്ല കേട്ടോ. ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അതെടുത്ത് നമ്മളെ കടം കയറി മുടിയും. എനിക്ക് പ്രതിവർഷം 12,500 രൂപയ്ക്ക് എനിക്ക് അത് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ക്രെഡിറ്റ് കാർഡ്. ഒരു SBI ഫ്ലിപ്കാർട്ട് കാർഡും ഒരു HDFC മില്ലിയനിയർ കാർഡും. ഈ കാർഡുകൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർഡ് ഏതാണ്? അതൊരു ഓയിൽ കാർഡാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എത്രത്തോളം പെട്രോൾ അടിച്ച് ലാഭം ഉണ്ടാക്കി എന്നത് കമന്റ് ചെയ്യണം. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പണി കിട്ടിയിട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യണം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും ഒരു മോശ സാധനമല്ല കേട്ടോ. ക്രെഡിറ്റ് കാർഡ് കിഡിലൻ ടൂളാണ്. ക്രെഡിറ്റ് കാർഡ് 1 രൂപ പോലും ഫൈൻ ഇല്ലാതെ കറക്റ്റ് അടച്ച് യൂസ് ചെയ്യണ ആരുടെ ചോദിച്ചാലും പറയും ഇതേപോലെ ഒരു കിഡിലൻ ടൂൾ. നമ്മുടെ സിബിൽ സ്കോർ അപ്പാവും. ഭയങ്കര ബെനിഫിറ്റ് ആണ്. നമ്മളൊരു ശീലം ഉണ്ടാക്കിയിട്ട് കടം വാങ്ങിച്ചാൽ തിരിച്ച് പൈസ അടയ്ക്കണം, എങ്ങനെ അടയ്ക്കണം, മണി മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയൊരു അറിവും ഒരു പരിപാടി നമ്മൾ നിന്ന് പഠിക്കും. ഇത്രയും എനിക്ക് എൻ്റെ ബേസിക്കലി ഞാൻ ഇത് ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് യൂസ് ചെയ്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. HDFC മില്ലിയനിയർ, SBI ഫ്ലിപ്കാർട്ട് കാർഡിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ആക്ച്വലി ഞാൻ 2 ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു SBI കാർഡ് ഇപ്പം അപ്ലൈ ചെയ്ത് ഒരു 1-2 ആഴ്ച മുമ്പേ കിട്ടിയതേ ഉള്ളൂ. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു HDFC ക്രെഡിറ്റ് കാർഡ്. ഈ 2 കാർഡും എനിക്ക് ഭയങ്കര യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. കാരണം ഞാൻ പലയിടത്ത് സംസാരിക്കുമ്പോഴും നമ്മളൊരു നോർമലി എൻ്റെ ഒരു സർക്കിളിലോ ഫ്രണ്ട് സർക്കിളിലോ വെച്ചുള്ള അറിവ് വെച്ച് പലരും എന്താന്ന് പറയാൻ നോർമലി ചിലപ്പോൾ ഓയിൽ കാർഡ് യൂസ് ചെയ്യാം, ചിലപ്പം റിവാർഡ് പോയിന്റ് ഒരുപാടുള്ള കാർഡ് യൂസ് ചെയ്യാം എന്നുള്ളതുള്ളൂ. പക്ഷെ ഇതൊക്കെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ വെറുതെ അവർക്ക് ആനുവൽ ഫീ 2,000 രൂപ 500 രൂപ 1000 രൂപ എക്സ്ട്രാ വെറുതെ കൊടുത്തിട്ടും നമുക്കത് അങ്ങനെ കൊടുത്താലും നമുക്ക് അതിൻ്റെ യൂസ് ഉണ്ടോ എന്നുള്ളത്, നമുക്ക് അതിനനുസരിച്ച് ക്രെഡിറ്റ് കാർഡിന് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കുറച്ച് എന്താന്ന് പറയുക ഡൗട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അതെടുത്ത് നമ്മളെ കടം കയറി മുടിയും എന്നെല്ലാം ആൾക്കാർ പറയുന്നത്. എനിക്ക് അതിനകത്ത് പേഴ്സണലി യോജിപ്പില്ല, 1% പോലും യോജിപ്പില്ല. കാരണം ഞാൻ 10 വർഷമായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന മനുഷ്യനാണ്. ഇതൊരു കിഡിലൻ ടൂളാണ്. കിഡിലൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്കൊരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഒക്കെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് നമുക്കത് അത്രയും എമൗണ്ട് നമുക്ക് തന്നേക്കണം ക്രെഡിറ്റ് ആയിട്ട്. നമുക്കത് ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു അർജന്റ് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങൾ വന്നാൽ പോലും നമുക്ക് 3 ലക്ഷം രൂപ ഒന്നും ചോദിക്കാൻ വേറെ ആരടുത്തും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമുക്കൊരു 50 ദിവസം ഈ പൈസ റോൾ ചെയ്യാം വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്. അത് വേറെ എവിടെയും നമുക്ക് അറ്റ് എ ടൈം രാത്രിയോ പകലോ എത്ര ടൈം പോകുമെന്ന് പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് മെഷീനിൽ സ്വൈപ്പുള്ള ഒരു ഹോസ്പിറ്റൽ കേസോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ആൾക്കാർ പലരും യൂസ് ചെയ്തത് കടം കയറുന്നു, അല്ലെങ്കിൽ EMI മുടങ്ങുന്നു, ബാങ്ക് ഒരുപാട് പലിശ എടുക്കുന്നു. ഇതെല്ലാം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെ ഇത് അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് കാര്യങ്ങളും നമുക്കൊരു കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതായത് ഇപ്പം നമ്മളൊരു ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ പോലും ഡ്രൈവിങ്ങിനാണെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ വേണം. നമ്മൾ കൺട്രോളില്ലാതെ ആക്സിലേറ്റർ പെടാന്ന് ചവിട്ടി വിട്ട് ഓടിച്ച് വണ്ടി എവിടെയെങ്കിലും പോയി ചവരി കയറിയിരിക്കും എന്നുള്ള ഒരു സത്യമാണ്. അതേപോലെയാണ് ഈ കാര്യം. നമുക്കൊരു കൺട്രോൾ വേണം. നമ്മളെ സ്പെൻഡ് കാര്യങ്ങൾ, നമ്മളെ ചിലവ്. ഈ കാർഡ് വെച്ച് നമുക്ക് എങ്ങനെ മെച്ചം ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെ ഇതിനകത്ത് റിവാർഡ് പോയിന്റ് അഡീഷണൽ വാങ്ങിക്കാം എന്നൊക്കെ ഉള്ള, നമുക്ക് ഈ കാർഡ് കൊണ്ട് ആനുവൽ ഫീ 500 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ റിട്ടേൺ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇട്ട് നമ്മൾ വലിച്ചു നീട്ടല്ല. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമല്ല, എൻ്റെ 2 ക്രെഡിറ്റ് കാർഡാണോ. ഇതൊന്ന് SBI ആണ്. SBI ക്രെഡിറ്റ് കാർഡ് നമ്മളിപ്പോൾ വന്നതാണ്. SBI ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡാണ്. കണ്ടാൽ SBI ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡാണ്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫർ വന്നപ്പോൾ ഒരുപാട് പേര് ഈ കാർഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനും അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് നോർമലി പണ്ടത്തെ ടിപ്പിക്കൽ നമ്മളെ കാർഡ് വരും പോലെയല്ല, കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളാണ്. ഇതാണ് നമ്മളെ SBI ക്രെഡിറ്റ് കാർഡ്. ഇത് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തെടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് HDFCയുടെ മില്ലിയനിയർ കാർഡ്. ഇതാണ് HDFCയുടെ മില്ലിയനിയർ കാർഡ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ HDFCയുടെ സൈറ്റിൽ കയറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ 2 കാർഡിനും എനിക്ക് ഇഷ്ടപ്പെട്ട മെയിൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ കാർഡ് യൂസ് ചെയ്യണത് എനിക്ക് ശരാശരി എൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ HDFC മില്ലിയനിയർ കാർഡ് കൊണ്ട് എനിക്ക് പ്രതിവർഷം 12,500 രൂപയ്ക്ക് എനിക്ക് അത് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. എൻ്റെ പർച്ചേസ് വെച്ച് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും എൻ്റെ പർച്ചേസും
എൻ്റെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ സ്പെൻഡും വെച്ച് എനിക്ക് 12,500 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാറുള്ളൂ. ഈ 12,500 രൂപ ഞാൻ ഒരിക്കലും ഒറ്റയടിക്കില്ല, മാസം തോറുമുള്ള ക്യാഷ് ബാക്ക് കൂട്ടി വെച്ച് ഡിസംബറിലോ അല്ലെങ്കിൽ അവസാനമോ ഒരു 10 മാസം കൂടുമ്പോഴോ അല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ ഇതിനകത്തെ ക്യാഷ് പോയിന്റ് എല്ലാം ക്യാഷ് ബാക്ക് എല്ലാം എല്ലാ മാസവും റെഡീം ചെയ്ത് ഞാൻ അതിനെ പെട്രോൾ അടിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി എങ്കിൽ നമുക്ക് പെട്രോൾ കാർഡ് എടുത്താൽ പോരെ എന്നുള്ളത് തോന്നും. ഗൂഗിളിൽ നിങ്ങൾക്ക് വെറുതെ പോലും അല്ലെങ്കിൽ HDFCയിലാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. HDFC ഓയിൽ കാർഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യാം. HDFC ഓയിൽ കാർഡ് എന്ന് പറഞ്ഞ കാർഡിൽ അവർ നമ്മൾ എത്ര ലക്ഷത്തിന് നമ്മൾ എങ്ങനെയൊക്കെ കാർഡ് സ്വൈപ്പ് ചെയ്താലും പെട്രോൾ അടിച്ചാലും നമുക്ക് ആ കാർഡിൽ നിന്ന് മാക്സിമം കിട്ടുന്ന പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 50 ലിറ്റർ പെട്രോൾ മാത്രമേ നമുക്ക് അത് മാക്സിമം കിട്ടുള്ളൂ. 50 ലിറ്റർ പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര രൂപ പെട്രോളായി? 50 × 107 5350 രൂപ വരെ പെട്രോളേ ആവുള്ളൂ. അപ്പൊ 5350 രൂപ പെട്രോള് നമുക്ക് അതിനകത്ത് 50 ലിറ്റർ പെട്രോൾ കിട്ടണമെങ്കിൽ നമ്മൾ മാസം തോറും 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് അടിച്ചാൽ പോരാ, അതിൽ കൂടുതൽ പെട്രോൾ അടിക്കണം. എങ്കിൽ മാത്രം നമ്മൾ ശരാശരി എനിക്ക് ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേളിലെങ്കിലും പെട്രോൾ അടിച്ചാലേ നമുക്ക് ഈ ഒരു 5000 രൂപ, അതായത് HDFC അവരെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആ പോയിന്റ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ SBIയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ SBIയുടെ ഇതിന്റെ പോയിന്റ് എങ്ങനെയാണ് അതിന്റെ റെഡീം ചെയ്യണത്, എത്ര രൂപയുടെ ക്യാഷ് ബാക്ക്, എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്നുള്ളത് കുറച്ച് ഭയങ്കരമായിട്ട് നമ്മളിട്ട് ചുറ്റിക്കും. ഇൻസ്ട്രക്ഷനുമാണ് അവന്മാരെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത്. എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം SBIയുടെ കാർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഓയിൽ കാർഡിന് കിട്ടുന്ന ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 3.75% ആണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. 3.75 ക്യാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 3.75 ഡിവൈഡ് ബൈ 100, അതായത് അറൗണ്ട് 3750 4000 രൂപ വരെ പെട്രോള് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ കിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ കാർഡ് എടുക്കണവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഓയിൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും രൂപയ്ക്ക് പെട്രോൾ അടിക്കൂ, ഇത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ. ഇല്ല, നിലവിൽ നിങ്ങൾ ഓയിൽ കാർഡ് യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ ഈ ഓയിൽ കാർഡിൽ 1 വർഷം നിങ്ങൾക്ക് കറക്റ്റ് നമുക്കൊരു റെഡീം ചെയ്ത് അറിയാലോ, കറക്റ്റ് ലാസ്റ്റ് റെഡീം ചെയ്ത കഴിഞ്ഞ വർഷം ജനുവരിയിലാണെങ്കിൽ ഈ വർഷം ജനുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര രൂപ എന്താ പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് റെഡീം ചെയ്ത് എത്ര രൂപ കിട്ടും നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെ നമ്മൾ ഈ കാർഡിൽ 500 രൂപ 1000 രൂപയും ആനുവൽ ഫീയും കൊടുത്ത് നമ്മളെടുത്ത് ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആനുവൽ ഫീ വേ ഓഫ് ചെയ്യും. എന്നാൽ പോലും നമുക്ക് ആ കാർഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ 4000 രൂപയ്ക്കകത്തുള്ള പെട്രോൾ നമുക്ക് അത് കിട്ടണുള്ളൂ. പക്ഷെ എനിക്ക് ഈ കാർഡിൽ 12,500 രൂപയ്ക്ക് ഞാനത് പെട്രോൾ അടിക്കാറുണ്ട്. അതിന്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്. അപ്പം ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുന്നത് ഓരോരുത്തരുടെ എന്താ പറയുക പ്രയോറിറ്റി, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഡിമാൻഡ്സ്, അവരുടെ പർച്ചേസ് പവർ, അവരുടെ പർച്ചേസിങ് രീതി, ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി ചിലപ്പോൾ ചെയ്യാറുണ്ട്, മിന്ത്ര, ഇത് ഇത്രയും 5 പിന്നെ ഇടയ്ക്ക് ബുക്ക് മൈ ഷോ, ഈ 5-6 പ്ലാറ്റ്ഫോമാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത്. അതിലെൻ്റെ 75% പർച്ചേസും യൂസും ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഓൺലൈൻ പർച്ചേസ് കൂടുതൽ ചെയ്യുന്ന ഒരാളാണ്. അതായത് എനിക്ക് ഇപ്പം ആമസോണിലൊക്കെ എൻ്റെ ഇവിടെ മിക്ക പ്രോഡക്റ്റിനും, ട്രിവാൻഡ്രത്താണ് മിക്ക പ്രോഡക്റ്റിനും 1 ഡേ ഡെലിവറി വരാറുണ്ട്, ഒരു 2 ഡേയ്സിനകത്ത് ഡെലിവറി വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് എനിക്ക് തീരെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതുവഴി തന്നെയാണ് ഓർഡർ ചെയ്യണത്. ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ക്യാഷ് ബാക്ക് കിട്ടും. അതായത് ഈ കാർഡിനെന്ന് പറഞ്ഞാൽ, ഈ കാർഡിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് HDFC മില്ലിയനെ കാർഡ് ഗൂഗിൾ ചെയ്ത് നോക്കി അല്ലെങ്കിൽ HDFC സൈറ്റിൽ കയറി നോക്കി അറിയാം, ഇത് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സ്വിഗ്ഗി, സൊമാറ്റോ, ബുക്ക് മൈ ഷോ, പിന്നെ വേറെ 1-2 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിലെല്ലാത്തിലും 5% ക്യാഷ് ബാക്ക് ആണ്. അതാണ് ഈ കാർഡിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ എനിക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാം പർച്ചേസ് ഉള്ളതുകൊണ്ട് എനിക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. അതായത് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ 1 വർഷം എനിക്ക് നോർമലി ഒരു ക്വാർട്ടറിൽ ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാറുണ്ട്. 1 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ എന്റെ ക്രെഡിറ്റ് കാർഡിൽ നടക്കാറുണ്ട് ഓൺലൈൻ ത്രൂ. എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സും ചിലപ്പോൾ വലിയ വാങ്ങിക്കുന്നതായിരിക്കും. EMI ആക്കണ പരിപാടിയില്ല, അവരുടെ റെഡി മണി വാങ്ങിച്ച് ഞാൻ എന്റെ കാർഡ് വെച്ച് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ശരാശരി ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ വരെ
ട്രാൻസാക്ഷൻ എനിക്ക് ഇത് നടക്കാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഒരു ആ റേഞ്ച് തുക 5% ഒരു 3 ലക്ഷം കൂട്ടിയാൽ തന്നെയാണെങ്കിൽ പോലും നമുക്ക് അറൗണ്ട് 3 ലക്ഷത്തിന്റെ 5% എന്ന് പറയുമ്പോൾ 1, 2, 3, 4 അതായത് അങ്ങനെയാണെങ്കിൽ തന്നെ 15,000 രൂപ ക്യാഷ് ബാക്ക് എനിക്ക് ഇതിനകത്ത് വരണ്ട്. പിന്നെ എൻ്റെ 3 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ മൊത്തവും ആമസോണിലല്ല, ചിലപ്പോൾ നമ്മൾ വെളിയിൽ മെഷീനിൽ സ്വൈപ്പ് ചെയ്യും. പെട്രോളിന് ഇതിനകത്ത് 5% ക്യാഷ് ബാക്ക് ഇല്ല, പെട്രോളിന് ഒരു ക്യാഷ് ബാക്കും ഇല്ല എന്നുള്ളത്, പെട്രോൾ അടിക്കണമെന്നുണ്ട്. അപ്പം അങ്ങനത്തെ എല്ലാം കഴിഞ്ഞാൽ പോലും എനിക്ക് അറൗണ്ട് 12,000 രൂപ 12,500 ആ റേഞ്ചിന് ഒരു 10,000 തൊട്ട് 12,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. അത് മിക്ക മാസങ്ങളിലും 1,000 രൂപ 1,500 രൂപ വെച്ച് കിട്ടാൻ നേരത്ത് ഞാൻ അത് പെട്രോൾ അടിക്കും എന്നുള്ളതാണ്. കാരണം നോർമലി നമ്മളെ കാർഡ് കൊണ്ടുപോയി ഒരു ചേട്ടാ 2,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു, നമ്മൾ പോയിന്റ് 2,000 രൂപ പെട്രോൾ അടിച്ചാൽ എൻ്റെ ചിലപ്പോൾ 1,500 രൂപ പോയിന്റ് വേണം. ഞാൻ 1,500 രൂപ പോയിന്റ് റെഡീം ചെയ്യുന്നു. റെഡീം ചെയ്യാൻ നേരത്ത് എനിക്ക് ആ എമൗണ്ട് ഇതിനകത്ത് മൈനസ് ആവാൻ നേരത്ത് എനിക്ക് 2,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ എനിക്ക് കയ്യിൽ നിന്ന് 500 രൂപ ആവുന്നുള്ളൂ. ബാക്കി 500 രൂപ നമ്മൾ ഈ പോയിന്റ് റെഡീം ചെയ്ത് ആ എമൗണ്ട് കവറപ്പ് ആവും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കാർഡ് യൂസ് ചെയ്യണത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ഈ ഓയിൽ കാർഡ് ഇങ്ങനെയുള്ള പരിപാടി എടുക്കാനെക്കാട്ടി നിങ്ങളെ പർപ്പസ് യൂസ് ചെയ്യണം, നിങ്ങളെ പർപ്പസ് മനസ്സിലാക്കണം, നിങ്ങൾക്ക് എത്രത്തോളം സ്പെൻഡ് ഉണ്ട്. ഇപ്പം സ്പെൻഡ് മനസ്സിലാക്കാൻ 1-2 വഴി എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ക്രെഡിറ്റ് പോലുള്ള ആപ്പിൽ കയറി നമ്മളുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം രൂപ എവിടെയെല്ലാം സ്പെൻഡ് ചെയ്തു. ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണോ, ഹോസ്പിറ്റലാണോ, ജൂവലറി ആണോ, അല്ലെങ്കിൽ ഗ്രോസറി ആണോ, ഇതെല്ലാം അതിനകത്ത് സ്പെൻഡ് ആവുമ്പോൾ കറക്റ്റ് കാറ്റഗറൈസ് ചെയ്ത് കാണിക്കാറുണ്ട്. പോയിട്ട് ഇതൊന്നും വേണ്ട, അങ്ങനെ ക്രെഡിറ്റ് ഒന്നും യൂസ് ചെയ്യില്ലെങ്കിൽ പോലും നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈ 2 സാധനം അല്ലെങ്കിൽ സ്വിഗ്ഗി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെയുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി ഇതേപോലെ സാധനങ്ങൾ നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യണം, അതിൻ്റെ കഴിഞ്ഞ 3 മാസം, ഒരു ക്വാർട്ടറില്ല 3 മാസത്തെ നിങ്ങളെ പർച്ചേസ് ടോട്ടൽ എത്ര എമൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഒരു അറൗണ്ട് ഒരു ഫിഗർ കിട്ടും. 3 മാസം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ 80,000 രൂപയ്ക്കായിരിക്കാം പർച്ചേസ് ചെയ്തത് ഈ 3 പ്ലാറ്റ്ഫോം, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, സൊമാറ്റോ, ബുക്ക് മൈ ഷോ. ഇതിലെല്ലാം കൂടെ നിങ്ങൾക്ക് 3 മാസത്തിൽ ഒരു 30,000 ഒരു 40,000 രൂപ പർച്ചേസ് വന്നിട്ടുണ്ട് എന്ന് വയ്ക്കുക. 40,000 രൂപ തന്നെ 5% ക്യാഷ് ബാക്ക് ഉണ്ട്, ഇൻറ്റു 5/100. അതായത് അപ്പോഴും തന്നെ നിങ്ങൾക്ക് അതിനകത്ത് 2,000 രൂപ വരെ ക്യാഷ് ബാക്ക് അപ്പോഴും തന്നെ 3 മാസം കൊണ്ട് കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾ പെട്രോൾ അടിച്ചാൽ എങ്ങനെയൊക്കെ പോയാലും 1 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ നിങ്ങൾക്ക് 4,000 രൂപ ഇതേ കിട്ടുള്ളൂ. അത് ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് 2,000 രൂപ എന്നുള്ളത് കിട്ടും എന്നുള്ളതാണ്. നമ്മളെ ചിലവ് നോക്കണം. കാരണം 1 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഇവിടെ ആരും ഓർമ്മല്ല. ഓയിൽ കാർഡ് എടുത്തിട്ട് 2 വീലറിൽ മാത്രം പെട്രോൾ അടിക്കാനാണ് നമ്മൾ വെറുതെ ഓയിൽ കാർഡ് എടുത്തിട്ട് കാര്യമില്ല. അത്രയും ഇതാണ്. അതായത് അത്രയും എങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് പോയാലും നമ്മൾ ആ 2 വീലറിൽ പെട്രോൾ അടിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും അതും അടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ജീവിക്കുന്ന കാലമാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കാൻ നേരത്ത് നമ്മളെ പർപ്പസ് നോക്കണം. നമുക്ക് ആ കാർഡ് കൊണ്ട് എങ്ങനെ ഉപയോഗം ഉണ്ടാക്കാം, എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്ന് ആലോചിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഉള്ളവർക്ക്, അതായത് ഈ പറയുമ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, സൊമാറ്റോ ഇതേപോലത്തെ ടീമുകളുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള പർച്ചേസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ HDFCയുടെ മില്ലിയനിയർ കാർഡ് അപ്ലൈ ചെയ്യണം. പിന്നെ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഞാൻ എടുത്തു തരുന്നത് SBIയുടെ കാർഡ് എന്ന് പറഞ്ഞാൽ SBI, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ക്ലിയർ ട്രിപ്പ് ഇത്രയിലുമാണ് മെയിനായിട്ടും അവർക്ക് ഓഫർ ഉള്ളത്. അതിനകത്ത് ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ കണ്ട് ഞെട്ടിയിട്ടാണ് ഞാൻ ഈ കാർഡിന് അപ്ലൈ ചെയ്തത്. അതായത് ഞാൻ പറയാം, ഈ കാർഡിന്റെ ആനുവൽ ഫീ എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ആനുവൽ ഫീ. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ജോയിനിങ് ഫീ 500 രൂപ എടുക്കും. അത് നമുക്ക് കൂപ്പണായിട്ട് എനിക്ക് ഒരു ബില്ലിംഗ് സൈക്കിൾ കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് കിട്ടും. കൂപ്പണായിട്ടാണ് പോയിട്ട് ഇത് ഞാൻ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോഴത്തെ ബിഗ് ബില്യൺ സെയിൽ വന്നപ്പോഴും നമ്മളെ ദീപാവലി സെയിൽ വന്നപ്പോഴും മെയിനായിട്ട് ദീപാവലി സെയിൽ വന്നപ്പോഴത്തേക്കും ഐഫോണിന്റെ തന്നെ നോക്കുകയാണെങ്കിൽ iPhone 16 Pro Maxന് ഈ കാർഡ് ഉണ്ടെങ്കിൽ 10,000 രൂപ ഒറ്റയടിക്ക് 10,700 ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ചെയ്തിട്ടേക്കാം. അത്രയും രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 10,700 ഇൻസ്റ്റന്റ് ആയിട്ട് കുറയണം. പോയിട്ട് ഇതിനകത്ത് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തിന് ഏകദേശം 1 ലക്ഷം രൂപ 1.14 ആ സമയത്തുള്ള iPhone 16 Pro Maxന്റെ പ്രൈസ്. 10 രൂപ കുറഞ്ഞ 1,04,000 രൂപ. 1,04,000 രൂപയ്ക്ക് 5% ക്യാഷ് ബാക്ക് 5,000 രൂപ വരും. പക്ഷേ ഇതിനകത്തൊരു ലിമിറ്റ് ഉണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും 5% ക്യാഷ് ബാക്ക് മാക്സിമം 4,000 രൂപ കിട്ടാറുള്ളൂ. അപ്പോൾ 4,000 രൂപയിൽ വീണ്ടും കുറയാൻ നേരത്ത് നമുക്ക് iPhone 16 Pro Max ആ ടൈമിൽ നമുക്ക് ഇതിനകത്ത് 4,000 രൂപ ക്യാഷ് ബാക്കും കൂടെ നമുക്ക് കിട്ടും. അതും കൂടെ കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലിറ്ററലി 1,01,000 രൂപയ്ക്ക് നമുക്ക് ഫോൺ എടുക്കാമായിരുന്നു.
മനസ്സിലായോ? ബാക്കി എല്ലാവരും 1,00,000 കാർഡ്, ബാക്കി HDFC കാർഡ് ഇതിനെല്ലാം 2,000 രൂപ 3,000 രൂപ മാത്രം ഓഫ് ഉള്ളൂ. അതിന് 5% ഉണ്ട്. എന്നാൽ പോലും ഇത് ഒരു കിടിലൻ ഡീലായിരുന്നു. അതായത് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് തന്നെ 10,700 സംതിങ് ഉണ്ടായിരുന്നു. പോയിട്ട് 5% ക്യാഷ് ബാക്ക്. അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ ഈ കാർഡ് വർത്താണ്. വർത്തെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ എനിക്ക് ഒരു TV വാങ്ങിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങി, ഇപ്പൊ പോലും നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ സ്ക്രോൾ ചെയ്ത് നോക്കി എവിടെയെങ്കിലും നോക്കി കഴിഞ്ഞാൽ SBI ഫ്ലിപ്കാർട്ടിന്റെ കാർഡ് ഇത്ര ഓഫ് 4,000 ഓഫ്. ആക്സിസിന്റെ ഫ്ലിപ്കാർട്ട് കാർഡ് ഉണ്ട്, അതേപോലത്തെ സെയിം കാർഡാണ്. പക്ഷേ ഇതിനകത്ത് മിന്ത്രയിൽ 7.5% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് പോകുന്നുണ്ട്. അത് ഒരു ബെനിഫിറ്റ് ആണ്. കാരണം മിന്ത്രയും കൂടെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ മറ്റേ HDFC കാർഡ് വേറെ കാണുമ്പോൾ 5% ക്യാഷ് ബാക്ക് വരുള്ളൂ. ഇതിനകത്ത് 7.5% ക്യാഷ് ബാക്ക് ഉണ്ട്. അത് കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. ഇതിന് 500 രൂപ വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നത് 2 വർഷം. ഞാൻ ഈ കാർഡ് എടുത്ത് ഈ കാർഡ് എന്റെ പ്രൈമറി കാർഡ് എപ്പോഴും ഇതാണ്. ഇത് മാത്രമേ ഞാൻ നോർമൽ യൂസ് ചെയ്യാറുള്ളൂ. ഇൻ കേസ് ഫ്ലിപ്കാർട്ടിൽ ഓഫർ വരുമ്പോഴും ഇതേപോലെ 10,000 രൂപ ഡിസ്കൗണ്ട് വരുമ്പോഴോ മാത്രമേ ഞാൻ ഈ കാർഡ് യൂസ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തൊട്ടടുത്ത വർഷം ഇപ്പൊ 17 Pro Maxന് ഇതേപോലെ 14,000 ഡിസ്കൗണ്ട്. എനിക്ക് അപ്പോഴും ഈ കാർഡ് ഒരിക്കൽ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് നമുക്ക് 14,000 ഇൻസ്റ്റന്റ് 10,000 രൂപയും 4,000 എക്സ്ട്രാ കൂടെയാണ്. അതിൽ തന്നെ നമുക്ക് നമ്മളെ പർപ്പസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യും. എന്നാൽ 500 രൂപ വരണുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഒരു കിടിലം കാർഡാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാർഡാണ് ഈ SBIയുടെ ഫ്ലിപ്കാർട്ട് കാർഡ്. അപ്ലൈ ചെയ്തിട്ട് തന്നെ ഒരുപാട് സമയം എടുത്താണ്. 20 ദിവസം എടുത്ത്, 20 സോറി, ഒരു 10-14 ദിവസങ്ങളിൽ എനിക്ക് എടുത്താണ് ഈ കാർഡ് വരാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ടൂളാണ്. ഭയങ്കര കിടിലൻ സാധനമാണ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യണം. നമ്മൾ ഇന്ത്യക്കാരാണ് ഈ ക്രെഡിറ്റ് കാർഡിന് ഉരച്ച് റെന്റ് എടുത്തും വേറെ മിഷനിൽ കൊണ്ടുരച്ച് പൈസയാക്കിയും ട്യൂഷൻ ഫീ എടുത്തും ഇങ്ങനെയെല്ലാം നമ്മൾ യൂസ് ചെയ്യണത്. ക്രെഡിറ്റ് കാർഡിന്റെ പർപ്പസേ അതല്ല. ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഓക്കെ EMI ആക്കാം, EMI ആക്കി യൂസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ ഈ സബ്സ്ക്രിപ്ഷൻസ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഇതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് 50 ദിവസത്തേക്ക് പൈസ റോൾ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ പൈസ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. മിനിമമേ അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-24% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞത്. അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് നമ്മൾ തൊട്ടടുത്ത മാസം അടയ്ക്കാതിരിക്കുമ്പോഴത്തേക്കും ടോട്ടൽ എമൗണ്ട് വീണ്ടും കൂടും. ഈ 24% ഇൻട്രസ്റ്റും കൂടെ തൊട്ടടുത്ത മാസം വീണ്ടും 24% ഇൻട്രസ്റ്റ് ആവും. അതായത് എനിക്ക് ഒരൊറ്റ പ്രാവശ്യം, ഞാൻ ഫസ്റ്റ് 10 വർഷം മുന്നേ കാർഡ് എടുത്ത ഒരൊറ്റ പ്രാവശ്യമാണ് നമുക്ക് ആ ഒരു പണി കിട്ടിയിട്ടുള്ളത്. ഞാൻ അറൗണ്ട് മിനിമം അടച്ച് ഒരു 3 മാസത്തോളം അടച്ച് 2,000 വെച്ച് നമ്മൾ അടച്ചെന്ന് വെച്ചു 6,000 രൂപ അടച്ച്. അപ്പൊ എനിക്ക് അടയ്ക്കേണ്ട ഒരു 18,000 രൂപയാണ് അടയ്ക്കേണ്ടത്. 2,000 വെച്ച് നമ്മൾ 6,000 രൂപ അടച്ചിട്ട് പോലും എനിക്ക് അതിനകത്ത് ഒരു 2,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ റിഫ്ലക്റ്റ് ആയുള്ളൂ. ബാക്കി 3,000 രൂപ പലിശ, ബാക്കി ലേറ്റ് ഫീ, അങ്ങനെ കുറെ ഫീ, അതിന്റെ GST അങ്ങനെയൊക്കെ പോയി. അത് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ച് കൂട്ടി വയ്ക്കുമ്പോൾ ഈ നഷ്ടം എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് നമ്മൾ ഈ സാധനം എന്താണെന്ന് പഠിക്കുന്നത്. പക്ഷെ അതിൽ തൊട്ട് ഇന്നേ വരെ കഴിഞ്ഞ 9 വർഷമായിട്ട് HDFCക്ക് ഞാൻ 1 രൂപ പോലും നമുക്കിതിനകത്ത് ഫൈനോ അതർ ഫീയോ ലേറ്റ് ഫീയോ ഒന്നും കൊടുത്തിട്ടില്ല. പകരം ഞാൻ എൻ്റെ മുമ്പിലത്തെ മണി ബാക്ക് കാർഡായിരുന്നു, മണി ബാക്ക് പ്ലസ് കാർഡായിരുന്നു. ഈ മില്ലിയനെ കാർഡാക്കിയിട്ട് എനിക്കവിടെ ഒരു 4 വർഷം കൂടി ആയി കാണും. ഈ 4-3 വർഷം ഈ ഇത്രയും നാളായിട്ടും ഞാൻ ഇതിനകത്ത് വർഷം തോറും 12,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും പെട്രോൾ അടിക്കുന്നുണ്ട്. 12,000 രൂപ പെട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരം ഒന്ന് ആലോചിച്ച് നോക്കണം. 12 1 2 3 ഡിവൈഡ് ബൈ 107 അതായത് 107 വെച്ച് പെട്രോളിന്റെ കൂട്ടിയാൽ പോലും നമുക്ക് 112 ലിറ്റർ പെട്രോൾ ഒരു വർഷം ഞാൻ ഈ കാർഡിന്റെ ക്യാഷ് ബാക്ക് കൊണ്ട് ഫ്രീ ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് പെട്രോൾ അടിക്കണമെന്നില്ല. നമുക്കിപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെന്ന് പറയും, ജിമ്മിൽ പോകണവർക്ക് മാസം തോറും 800 രൂപ 1000 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിൽ നമ്മൾ ഈ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ എന്ന് പറയണം. ഇതിന് ക്യാഷ് ബാക്ക് റെഡീം ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം. കാരണം എനിക്ക് കുറച്ചുകൂടി ഈസി പെട്രോൾ യൂസ് ആണ്. ഞാൻ പെട്രോളാണ് എൻ്റെ കാര്യം പറഞ്ഞത്. കാരണം എല്ലാ മാസവും മാസത്തിൽ 2-3 പ്രാവശ്യം പെട്രോൾ അടിക്കുന്നതാണ് ഞാൻ. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് എല്ലാ മാസവും സ്ഥിരം ഉള്ളൊരു പർച്ചേസ്, സ്ഥിരം ഒരു പരിപാടിയാണ് പമ്പിൽ കൊടുക്കണത് എന്നുള്ളത്, പെട്രോൾ അടിക്കണത് എന്നുള്ളത്. അപ്പൊ അതിന് റെഡീം ചെയ്യണതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ ഈ നോർമലി ഇന്ത്യൻ ഓയിലിൻ്റെത്, HDFCയുടെ ഓയിൽ കാർഡ്, ഇതിൻ്റെയൊക്കെ റിഡംഷൻ, അതായത് ഇത് റെഡീം ചെയ്യണത് ഒരു ചടങ്ങ് പരിപാടിയാണ്. ഇതിനതൊന്നുമില്ല. നമുക്ക് തോന്നുമ്പോൾ വീട്ടിൽ ഇരുന്ന ഫോണിൽ ഇരുന്ന് എവിടെ വേണോ റെഡീം ചെയ്യാം. ക്യാഷ് ആയിട്ട് റെഡീം ചെയ്തത്. റെഡീം ചെയ്യണതിന് 50 രൂപ റിഡംഷൻ ചാർജും 10 രൂപ GST വരും. 1000 രൂപ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ 60 രൂപ കുറച്ച് 940 രൂപ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും യാതൊരു നഷ്ടവുമില്ല. ഒരു കിടിലൻ കാർഡാണ് HDFCയുടെ മില്ലിയനിയ കാർഡും. HDFCയുടെ മില്ലിയനിയ കാർഡോ SBI ഫ്ലിപ്കാർട്ട് കാർഡോ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക. പോയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക.
ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പണി കിട്ടിയിട്ടുണ്ടോ, ക്രെഡിറ്റ് കാർഡ് ഒരു നല്ലൊരു ടൂളാണോ എന്നുള്ളതും കൂടെ നിങ്ങളെ കമൻറ്റ് ഇതിനകത്ത് പറയണം, എങ്കിലേ നമുക്കറിയാൻ പറ്റുള്ളൂ.